രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാലാ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് അധ്യക്ഷനായിരുന്നു. KPCC മെമ്പർ തോമസ് കല്ലാടൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയിലുണ്ടായ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി നിരവധി തര സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇവിടെ ക്രോച്ചിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം, ആ സമരത്തെ അത് ചെറുപ്പക്കാരുടെ സമരമാണ്. ആ സമരത്തെ അടിച്ചമർത്തുന്ന രീതി കണ്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാര് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയപ്പെട്ട ശ്രീ ഖാർഗെയും AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സമരരംഗത്തേക്ക് ഇറങ്ങിയത്, അവർ ധർണയുമായി മുന്നോട്ട് വന്നത്. ആ സമരത്തെ പ്രതിപക്ഷ നേതാവിനെയും MPമാരെയും ആക്ഷേപിക്കുന്ന, അടിച്ചു തകർക്കുന്ന, പരിക്കേൽപ്പിക്കുന്ന, റോഡിലൂടെ വലിച്ചിടിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനപ്പെടുത്ത ഭരണകക്ഷിയായ BJP സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വീകരിച്ചിരിക്കുന്ന BJPയുടെ ഭരണം അത് ജനാധിപത്യ ഭരണമല്ല, അത് ഏകാധിപത്യ ഭരണമാണ്. ജനാധിപത്യ സംവിധാനക്രമത്തിനകത്തിരുന്നു കൊണ്ട് ഏകാധിപതി പോലെ പ്രവർത്തിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അടിച്ചമർത്തുന്ന മോദി ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് രാജ്യത്തെമ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ സതീഷ് ചൊല്ലാനി, സാബു എബ്രഹാം, R മനോജ്, ബിജോയ് എബ്രഹാം, പ്രിൻസ് VC, പ്രേംജിത്ത് ദർദിൽ, ബിപിൻ രാജ്, ഹരിദാസ് അടിമത്ര, പയസ് മാണി, തോമസ് ഊട്ടി നെച്ചിക്കാട്ട്, അലൻ കക്കാട്ടിൽ, രാജു കോനാട്ട്, ഗോകുൽ ജഗന്നിവാസ്, പ്രദീപ് ലാച്ചേരി, ബോസ് ടോം, ജോസ് മാത്യു, സണ്ണി മുണ്ടനാട്ട്, ജോർജ് കുട്ടി ചൂരക്കൽ, കിരൺ മാത്യു, രാജേഷ് കാരക്കാട്ട്, ബിനു അറയ്ക്കൽ, രാഹുൽ PNR, PV രാമൻ, മനോജ് വള്ളിച്ചിറ, ഷാജി എടേട്ട, സെബാസ്റ്റ്യൻ പനക്കൽ, KS രാജു, റെജി തലക്കുളം, ശ്രീകുമാർ, ടോമി പാറയിൽ, ഷിജി എലുവമൂട്ടിൽ, ബൈജു പറ്റേടത്ത്, തോമസ് ഊട്ടി മുക്കാല, ജോയി മഠം, ദിനേശ് മുന്നക്കര, ടോണി ചക്കാല, ജോബിഷ് തേനാടിക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു.